ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എൻ്റെ ബട്ടർ കപ്പ് ചെടിയാണ്. എൻ്റെ കയ്യിലുള്ളത് ചെറിയ ചെടിയാണ്. അതിപ്പോൾ ആദ്യമായിട്ട് പോയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാനിതിൻ്റെ ഒരു തൈ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതാണ്. കുറ്റിച്ചെടിയായി നിന്ന് നിറയെ പൂക്കൾ തരുന്നൊരു ചെടിയാണ് ബട്ടർ കപ്പ്. 5 ഇതളുകളുള്ള നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഈ പൂക്കളെ ആകർഷിച്ച് തേനീച്ചകളും പൂമ്പാറ്റകളും എപ്പോഴും നമ്മുടെ പൂന്തോട്ടത്തിൽ ഉണ്ടാകും. നല്ല പച്ച നിറത്തിലുള്ള ഇലകൾക്കിടയിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഈ പൂക്കൾ ഒരു ദിവസം മാത്രമേ വിരിഞ്ഞു നിൽക്കത്തുള്ളൂ. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ബട്ടർ കപ്പ് ചെടി. ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഇത്. നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ നട്ടു വളർത്തി കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാകും. ഇത് കുറ്റിച്ചെടി പോണൊക്കെ വളരുന്ന ഒരു ചെടിയാണിത്. ഞാനിതിൻ്റെ ഇലകളൊന്നും നുള്ളി കൊടുത്തിട്ടൊന്നുമില്ല. താഴെ നിന്ന് തൊട്ടേ നല്ല ബ്രാഞ്ചുകളായിട്ടാണ് ഈ ചെടി വളർന്നു വരുന്നത്. ഓരോ തളിർപ്പിലും മുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ ചെടികൾക്ക് വലിയ കീടശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേക മണമാണ്. മണ്ണിലും ചട്ടിയിലും ഒരുപോലെ വളർത്താവുന്ന ചെടിയാണ് ഇത്. ഞാനിത് മണ്ണിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം വേണ്ടാത്ത ഒരു ചെടിയാണ് ഇത്. അധികം വെള്ളമില്ലാത്ത സ്ഥലത്ത് നട്ടാലും ഈ ചെടി നന്നായി വളരും. 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ നനച്ചു കൊടുക്കുന്നത്. ഇടയ്ക്ക് മണ്ണിളക്കി ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അധികം കെയറൊന്നുമില്ലാതെ നിറയെ പൂക്കൾ തരുന്ന ഒരു പൂച്ചെടിയാണിത്. ഈ ചെടിയിൽ നിന്ന് വിത്തുകൾ പൊട്ടി വീണ് പുതിയ തൈകൾ ഉണ്ടായി വരും. അല്ലാതെ കമ്പ് കുത്തിപ്പിടിപ്പിച്ചും നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാം.